Hello, good morning. Good morning. Good morning illa. Morning food allathathu kondano good morning illathathu. Hello. Hello. Kekkando parayunnu. Good morning, ma'am. Yes, very good, Shilpa. Good morning. ഇതാണ് നമ്മൾ പറയാതെ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിക്കുമ്പോ ഒരാള് റിട്ടേൺ ആയിട്ട് ഒന്ന് സൗണ്ടിലൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം ആവർത്തിക്കുന്നത് കേട്ടോ. ഒരാളെങ്കിലും നമ്മളെ അവിടെ എന്താ പറയാ ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഓഡിയോ കറക്റ്റ് ആകുന്നുണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നതാ. ഇതെല്ലാം വേണ്ടിയിട്ടാണ് ഒരു ഗുഡ് മോർണിംഗ് ആരെങ്കിലും ഒരാൾ തിരിച്ചുകൊണ്ട് പറയുന്നത്. മീൻസ് നിങ്ങൾക്ക് ഓഡിബിൾ ആണ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എനിക്കും അത് നിങ്ങളെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും കൺഫേം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് കുറച്ച് പ്രാവശ്യം ആരും പറയാതെ ആവുമ്പോ തിരിച്ച് പറയാതെ ആവുമ്പോ ഇങ്ങനെ തന്നെ വീണ്ടും ഗുഡ് മോർണിംഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, മനസ്സിലായോ? അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ സൗണ്ട് ക്ലിയർ ആണോ, നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും ഇപ്പൊ ചോദിച്ചാൽ എന്തെങ്കിലും അവിടെ ഇരുന്ന് ചോദിച്ചാല് അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിലപ്പോ ഓണാക്കാനൊക്കെ പറയും. പക്ഷെ എന്നാലും നമ്മളുടെ ഈ ഓഡിയോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇവിടെ ഓഡിയോയില് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു ഗുഡ് മോർണിംഗ് കാലത്ത് തന്നെ ഒരു പണ്ടേ അല്ലേ, ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ആണ്. ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും എന്താ പറയാ പ്ലസന്റ് ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക, സ്മാർട്ട് ആയിട്ടിരിക്കുക. ഇതാണ് നമുക്കുള്ള ഇൻസ്പിറേഷൻ. ഞങ്ങള് ഇവിടെ വന്ന ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അത് ഓൺലൈനിലാണ്. ഓഫ്ലൈനാണെങ്കിൽ പിന്നെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ, എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണോ അല്ലെങ്കിൽ സങ്കടമാണോ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആണ്. അപ്പൊ പിന്നെ ഇത്രയും കുറച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾ എല്ലാവരും ക്യാമറയും ഓഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എന്താ പറയാ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആണ് ഒരു ഗുഡ് മോർണിംഗ്. വളരെ ആക്റ്റീവായിട്ട് അപ്പൊ തന്നെ ഒരു തിരിച്ചുകൊണ്ട് പറയാം. ഓക്കെ, എനിവേസ് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാനത് വീണ്ടും മിക്കൊരു ക്ലാസ്സുകളിലും ഞാനിത് പറയുന്നതാണ്. പക്ഷെ ഓരോ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് ശരിയാവും. ആൻഡ് ഒന്ന് അല്ല 2-3 പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറയുമ്പോഴാണ് തിരിച്ചൊരു ഗുഡ് മോർണിംഗ് എനിക്ക് കിട്ടുക. ഓക്കെ, ഒരാളെങ്കിലും അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കെ, Good morning, ma'am. യെസ്, താങ്ക് യു. ഗുഡ് മോർണിംഗ് once again all of you. ഒരു സെക്കൻഡ്. Good morning. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഒരു ചാപ്റ്റർ തുടങ്ങി വെച്ചിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. നോ ടൈം ടു വേസ്റ്റ്. അപ്പൊ നമുക്ക് നേരെ കിടക്കാം. ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റൽസിൽ എന്താ പറയാ നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ്, അതുപോലെ തന്നെ ആക്സിഡന്റുകൾ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എന്താ പറയാ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. എനിക്കറിയാം, ക്ലെയിം വരെ ഞാൻ പറഞ്ഞു. ഓക്കെ സഫിദ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ ലോസ്
ലോസുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റില്ല. എല്ലാവരെയും കൊണ്ട് ഒത്തിരി വലിയ എമൗണ്ട് ഒക്കെ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വലിയ വലിയ സർജറീസ് നടത്താനോ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്താനോ ഹോസ്പിറ്റൽസ് ആവശ്യപ്പെട്ടാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ us അല്ലെ. അത്ര ഫിനാൻഷ്യൽ ലോസുകളെ ചിലപ്പോൾ എല്ലാവർക്കും ഫേസ് ചെയ്യാനായിട്ട് ഒരുപോലെ പറ്റില്ല. അങ്ങനെയുള്ള കേസസിൽ കോമൺ പീപ്പിളുടെ സാധാരണക്കാർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർ മാത്രമല്ല ഇവൻ റിച്ച് പീപ്പിളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം മെഡിക്കൽ ഇൻഷുറൻസുകൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നുണ്ട്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഇൻഡെംനിഫൈ സച്ച് എ ഫിനാൻഷ്യൽ ലോസ് ഡ്യൂ ടു ഡിസീസസ് ഓർ ആക്സിഡന്റ്സ്. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ നമുക്കുണ്ടാകുമ്പോൾ അത് ഇൻഡെംനിഫൈ ചെയ്യാൻ, അതിന്റെ ഫിനാൻഷ്യൽ ലോസുകളെ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഹോസ്പിറ്റൽസിൽ കെട്ടിയൊക്കെ വെക്കേണ്ടി വരും. അതിനെയൊക്കെ ഇൻഡെംനിഫൈ ചെയ്യാൻ, ഒരു പരിധി വരെ കുറയ്ക്കാൻ, ആ ഒരു ഫിനാൻഷ്യൽ ബാധ്യതയ്ക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ ഇൻഷുറൻസ്. നമുക്കിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റ് ഇൻഷുറൻസുകളെ കുറിച്ചല്ല നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു ഐഡന്റിഫൈ സച്ച് ടേംസ്. കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാകാനുണ്ട്. കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പാർട്ടീസ്, ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ, എല്ലാ ഇൻഷുറൻസിനും ബന്ധപ്പെട്ട് രണ്ട് പാർട്ടീസ് ആണുള്ളത്. വൺ ഇൻഷുർഡ് ആൻഡ് വൺ ഇൻഷുറർ. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഗെറ്റ്സ് ദ കോമ്പൻസേഷൻ കിട്ടുന്ന വ്യക്തി, അതാണ് ഇൻഷുർഡ്. അതായത് നമ്മൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളാണ് ഇൻഷുർഡ്. The company who pays the compensation for such loss, അത്തരം ലോസുകൾക്ക് എന്താ പറയുക കോമ്പൻസേഷൻ കൊടുക്കുന്ന, പരിഹാരം കൊടുക്കുന്ന കമ്പനി, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനി. The money which is paid by the insurer to the insurer, അതായത് മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടോ ഒരു എന്താ പറയാ നിശ്ചിത തുക വീതം ഇൻഷുറർക്ക് കൊടുക്കുന്നുണ്ട്. റെഗുലർലി മന്ത്ലി ആകാം, മാസത്തിൽ കൊടുക്കും, ക്വാർട്ടർലി എന്താ പറയാ വൺസ് ഇൻ 3 months ആകാം, അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇയർലി ആകാം. ഇൻഷുറൻസ് കൊടുക്കുന്ന ഈ പൈസയെ നമ്മൾ വിളിക്കുന്ന പേര് പ്രീമിയം എന്നാണ്. അത് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുററും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്, കോൺട്രാക്ട് ആണ്, വിച്ച് പ്രൊവൈഡ്സ് ആൻഡ് agrees to provide a specific health insurance cover at a regular premium. ഒരു റെഗുലർ പ്രീമിയത്തിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ കൊടുക്കാമെന്ന് ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ നടത്തുന്ന ഒരു കരാറാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലെയിം ആണ്. ആൻഡ് ദർ ആർ 2 types of claims. രണ്ട് രീതിയിലുള്ള ക്ലെയിം ഉണ്ട്. എന്താ ക്ലെയിം എന്ന് പറഞ്ഞല്ലോ? ഇറ്റ്സ് എ പേഴ്സൺസ് റിക്വസ്റ്റ് ആണ് ഫോർ ദ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ. ഇൻഷുറർ ഞങ്ങൾക്ക് ഈ പൈസ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറർ നടത്തുന്ന ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആക്സിഡന്റ് ആവുക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഈ വിവരം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അങ്ങനെയുള്ള മെഡിക്കൽ ഇൻഷുറൻസിൽ എടുത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ഇൻഫോംഡ് ടു ദ ഇൻഷുറൻസ് കമ്പനി. അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. എന്നാൽ മാത്രം അങ്ങനെ അത് അവരെ അറിയിച്ചാലല്ലേ നമുക്ക് അവരെ അറിയുള്ളൂ നമുക്ക് ഇന്ന രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോഴാണ് നമുക്ക് നമ്മൾ അടയ്ക്കുന്ന ആ പ്രീമിയത്തിന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ പ്രീമിയത്തിന് നമുക്കൊരു ഇൻഡെമിനിഫിക്കേഷൻ, ഒരു ലോസ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽസിലാകുമ്പോൾ അതിന്റെ ബില്ലിന്റെ പേയ്മെന്റുകൾ, മരുന്നുകൾ, സർജറീസ് ഉണ്ടെങ്കിൽ അത് ഇതിന്റെയൊക്കെ പേയ്മെന്റുകൾ ഇൻഷുറൻസ് കമ്പനിക്ക് നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന റിക്വസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ഒരു റിക്വസ്റ്റ്, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. രണ്ട് രീതിയിലുള്ള ക്ലെയിം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആൻഡ് തേർഡ് പാർട്ടി ക്ലെയിം. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് ദ ക്ലെയിം വിച്ച് ഈസ് മെയ്ഡ് ടു അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. നമ്മളുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്നു, ഞാൻ ഇന്ന ഹോസ്പിറ്റലാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ലെയിം കിട്ടണം, അതായത് എന്റെ വണ്ടി ഞാനൊക്കെ കൂടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, എനിക്ക് ക്ലെയിം കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. നമ്മുടെ ഹോസ്പിറ്റൽസിലെ ചെലവുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ വാങ്ങിക്കുന്ന വാഹനങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ഇൻഷുറൻസ് എടുത്തിട്ടാണ് നമ്മൾ എടുക്കുക, അല്ലെ? അത് വേറെ, അത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണ്. ഇവിടെ അതല്ല, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിയോട് എന്ത് ചെയ്യുന്നു? ഇൻഷുർഡ് നേരിട്ട് നടത്തുന്ന റിക്വസ്റ്റ്, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുക.
ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എന്റെ വണ്ടിയുമായിട്ട് പോകുന്നു, എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് ആക്സിഡന്റ് ആയി. അപ്പൊ എനിക്ക് എന്താ പറയാ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി, കയ്യിലോ കാലിലോ വലിയ ഫ്രാക്ചർ ഒക്കെ വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി, സർജറി വേണ്ടി വന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. സോ വലിയ ഹ്യൂജ് ബിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ വലിയ ബില്ലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്ര വലിയ ബില്ലുകളെ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് അത്തരം ഫിനാൻഷ്യൽ ലോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം ലോസുകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ള ഇൻഷുറൻസുകൾ എടുക്കും. അപ്പൊ അങ്ങനെ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കും. ഇൻഷുറൻസ് എടുക്കാണ്ട് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് ഏതെങ്കിലും പദ്ധതിയിൽ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സ്കീമുകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് നമ്മൾ അറിയിക്കും. അപ്പൊ ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് എന്റെ ആ ഫിനാൻഷ്യൽ നഷ്ടം അല്ലെങ്കിൽ എന്റെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ മീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനിയോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതിനെ നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നു. എല്ലാവർക്കും ക്ലിയർ ആയോ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണെന്ന്? സിമ്പിൾ സെന്റൻസിൽ പറഞ്ഞിട്ട് ക്ലെയിംസ് മെയ്ഡ് ഓൺ യുവർ ഇൻഷുറൻസ് കമ്പനി. നമ്മുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ നടത്തുന്ന റിക്വസ്റ്റ്. എനിക്ക് കാശ് കിട്ടണം, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് അറിയിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഹോസ്പിറ്റലുമായിട്ട് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ചോദിച്ചോളും, കണക്ട് ചെയ്തോളും. അവരുടെ ഫാക്സ് വഴിയോ ഇമെയിൽ വഴിയോ ഒക്കെ ബന്ധപ്പെട്ട് ഇന്ന ആള് അവിടെ എഴുതോ, അവർക്ക് എന്താണ് എന്ത് പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എന്താ പറയാ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കി പിന്നെ ഏത് തരത്തിലാണ് രോഗത്തിന്റെ വിവരമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടുമെന്നില്ല കേട്ടോ. അതിന് ലിമിറ്റേഷൻസും കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഇൻഷുറൻസിന്റെ ആ ബോണ്ട് തരുമ്പോൾ അതിന്റെ പാക്കിൽ കൃത്യമായിട്ട് പുതുക്കുക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചിട്ട് നോക്കണം, എന്തിനൊക്കെ നമുക്ക് പൈസ കിട്ടും എന്നുള്ളത്. വ്യക്തമായിട്ട് എഗ്രിമെന്റിൽ കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി മാത്രം നമ്മൾ ഇൻഷുറൻസുകളിൽ പോയി തലവെച്ചു കൊടുക്കാം, അല്ലെ? അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കാതെ വായിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ഏതെങ്കിലും ഇൻഷുറൻസ് മതി എന്ന് വിചാരിച്ചാൽ ചില ഡിസീസസ്, ചില രോഗങ്ങൾ, ചില ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഒന്നും ഇൻഷുറൻസിന്റെ കവറേജിന്റെ പരിധിയിൽ വരാത്തതാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഷുറൻസിൽ പോയിട്ട് തലവെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ തന്നെ നമ്മുടെ കമ്പനിയോട് പറയുന്നു, ഞാൻ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു, എന്റെ കമ്പനിയോട് ഞാൻ പറയും ഇങ്ങനെ ആശുപത്രിയിലാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം മനസ്സിലായാൽ മാത്രമേ എനിക്ക് ഇനി സെക്കൻഡ് പാർട്ടി ക്ലെയിം പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് പാർട്ടി ഇല്ല കേട്ടോ. ഓക്കെ, യെസ്, എനിബഡി ഹാവ് എനി ഡൗട്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സ്പീഡൊന്നും ഇല്ല, ഇത് പറഞ്ഞ കാര്യം എന്താ നമുക്ക് വേണ്ടി തന്നെ ഉള്ളത്. യെസ് സത്യം, നമുക്ക് തന്നെ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. എക്സാമ്പിൾ ഒന്നും കൂടെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വണ്ടി ഓടിച്ചു പോകുന്നു, എവിടെയെങ്കിലും മറിഞ്ഞു കുത്തി വീഴുന്നു, വല്ല വെട്ടുകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടിച്ചിട്ടോ എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്ത് ചെയ്യുന്നു, മറിഞ്ഞു കുത്തി വീഴുന്നു, എന്ത് ചെയ്യുന്നു, എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഒരുപാട് പൈസയൊക്കെ ചെലവ് വരുന്നു, എനിക്ക് നേരത്തെ കൂട്ടി അറിയാം. അതുകൊണ്ട് ഞാനൊരു മെഡിക്ലെയിം ഇൻഷുറൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചത്, ഞാൻ ആരിൽ നിന്നാണോ ഏത് സ്കീമിലാണോ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അവരെ അറിയിക്കുന്നു. ഞാൻ അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും നമ്മളെ റിലേറ്റീവ്സ് ചിലപ്പോ സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അവര് അതിനുള്ള ക്ലെയിമുകളൊക്കെ ഹോസ്പിറ്റൽസിലുണ്ട്. ക്ലെയിമുകൾ നിങ്ങൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ അവർ ചോദിക്കാറുണ്ടോ ക്ലെയിം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിമുകളോ അവര് ആരെങ്കിലും ഉണ്ടോ? ആർക്കും ഇൻഷുറൻസ് ക്ലെയിമുകൾ ഇല്ലാത്തതാണോ? നിങ്ങൾക്ക് ചോദിക്കും ഇന്ന ക്ലെയിമിന്റെ കാർഡ് ഉണ്ടോ, RSBY കാർഡ് ഉണ്ടോ, മെഡിസിപ്പ് ഉണ്ട്, ഓക്കെ, എന്താ പറയാ അങ്ങനെ ഒത്തിരി ഉണ്ട്. ESI എംപ്ലോയി നമ്മൾ പഠിക്കുന്നുണ്ട്, കുറെയൊക്കെ ഇവിടെ ബാക്കി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മളോട് എന്താ പറയാ നമ്മളുടെ ESC ഉള്ളത് പറയുന്നു സഫീറ. ഓക്കെ, അങ്ങനെയുള്ള ക്ലെയിമുകളും ഉണ്ടോന്ന് അവർ നമ്മൾ ചോദിക്കും ഓൾറെഡി. ആ ചോദിക്കുമ്പോൾ അതുണ്ട് എങ്കിൽ നമ്മളത് പറയും. പിന്നീട് എന്താ പറയാ കളക്ഷൻസ് മുഴുവനും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടായിരിക്കും. കാരണം അതൊക്കെ തന്നെ അവര് നോട്ട് ചെയ്യുന്നു, ഇൻഫോർമേഷൻ ആയിട്ട് അവര് മെയില് ഈ പറയുന്ന കമ്പനിക്ക് ചെയ്തു കൊടുക്കും. ഇന്ന നിങ്ങളുടെ ഒരു ക്ലയന്റ് ആണ്, കക്ഷിയാണ്, സ്റ്റാർ ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ കക്ഷി ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്, ഇന്ന കാരണമാണ്. പിന്നെ ബാക്കി അവർ കോൺടാക്റ്റിലൂടെ എന്ത് ചെയ്യും ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് പേയ്മെന്റ് കിട്ടേണ്ടവരാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ആ ഇൻഷുറൻസ് കമ്പനിക്കാർ ആ പേയ്മെന്റ് നടത്തുന്നു. ഇതിനെ കുറിച്ച് പ്രൊസീജിയർ നമുക്ക് ഈ പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ വിൽ ഡിസ്കസ് ഇറ്റ്. നമുക്ക് അന്നേരം പറയാം കേട്ടോ.
ഇവിടെ നമ്മൾ തേർഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണെന്ന് മാത്രം അറിയാം. ഇപ്പൊ നമ്മൾ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, കാശ് വേണം, ഇത് ഹോസ്പിറ്റലിലെ പൈസ അടയ്ക്കണം. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് ക്ലെയിം മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി. വേറൊരാളുടെ കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും വഴി കൂടി പോകുന്ന ആരെങ്കിലും നേരത്തെ കൊണ്ടുപോയി വണ്ടി ഇടിക്കുക, അല്ലെങ്കിൽ ആരുടെങ്കിലും വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നോർത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റാതെയോ എന്തെങ്കിലും ചെയ്യുന്ന മുടങ്ങോ ആയത് എന്ത് ചെയ്യുന്നു, പോയി ആ വണ്ടിയിൽ പോയി ഇരിക്കുന്നു. ആ വണ്ടിയിൽ പോയിട്ട് ഇരിക്കുമ്പോ ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റാം ഇല്ലേ, എന്തെങ്കിലും പറ്റിച്ചാൽ അതിന്റെ ലൈറ്റ് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു എന്തെങ്കിലും സാധനങ്ങൾ പോകുക. അതല്ലെങ്കിൽ നടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ആള് മറ്റു നോക്കി വീഴുക, ആൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് സംഭവിക്കുക, വല്ല കയ്യോ കാലോ ഓടിയോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ആ ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടില്ല എന്ന് വെച്ച് പോകാൻ പറ്റില്ല, നമ്മൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി, അതായത് അവരെന്ത് ചെയ്യും, അവരുടെ കുഴപ്പം കൊണ്ടൊന്നും എല്ലാവർക്കും വന്നേക്കണേ. അപ്പൊ അവര് നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട്, അതായത് ഞാനാണ് ഓടിച്ചു തന്നേക്കണേ, ആളുടെ പേര് തന്നിരിക്കുക, അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയി ഇരിക്കുക. അപ്പൊ അവർക്ക് വന്നിരിക്കുന്ന നഷ്ടമാണ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് തരാൻ പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നു, ക്ലെയിം ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയാം. അതിനെ വിളിക്കുന്നത് തേർഡ് പാർട്ടി ക്ലെയിം ആണ്. ഇത് മറ്റൊരു വ്യക്തിയാണ്, വേറൊരാളാണ് ക്ലെയിം ചെയ്യുന്നത്, തേർഡ് പാർട്ടിയാണ്. അതായത് ഞാനും എന്റെ ഇൻഷുറൻസ് കമ്പനിയും അല്ല, അതിന്റെ ഇടയിൽ വേറൊരാൾ വരുന്നു. വേറൊരാൾ എന്തുകൊണ്ട് വരുന്നു, നമ്മളുടെ കാരണം കൊണ്ട്, നമ്മൾ കാരണമായത് റീസണായിരുന്നു. ഓക്കെ, നമ്മളുടെ വണ്ടിയോ നമ്മളോ ചെന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടമോ വരുത്തുന്നു. സോ ആ ഒരു പേഴ്സൺ, അനദർ പേഴ്സൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അനദർ പേഴ്സൺ എന്ത് ചെയ്യുന്നു, അതെ, അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം അതിന് കൊടുക്കുന്ന ക്ലെയിം. അതിന് നമ്മളോടാണ് ചോദിക്കുന്നത്, അവരുടെ ഇൻഷുറൻസ് അല്ല നമ്മുടേത് അല്ലെ. അയാൾ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ ഒരു ക്ലൈന്റിന്റെ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എനിക്കിത് വന്നേക്കണേ, അല്ലെങ്കിൽ എന്റെ പ്രോപ്പർട്ടിക്ക് ഇത് വന്നേക്കണേ. സോ യു ഷുഡ് ഹാവ് ടു ഗിവ് ദ ക്ലെയിം, നിങ്ങൾ ഞങ്ങൾക്ക് ക്ലെയിം തരണം എന്ന് മറ്റൊരു പാർട്ടി എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കുന്ന ക്ലെയിം. അതിനെ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി ക്ലെയിം. നമ്മളെടുക്കുന്ന വണ്ടിക്കൊക്കെ തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ വണ്ടിയിൽ ഓടിച്ചോണ്ട് പോകുകയാണല്ലോ അല്ലെ, എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിക്കയറ്റും. അപ്പൊ അങ്ങനെ അവര് ചിലപ്പോ അവരുടെ വണ്ടിക്കോ മറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അവര് നമ്മളുടെ എന്തായാലും ചോദിക്കുകയും, അപ്പൊ അതും കൂടി കണക്കാക്കിയിട്ടാണ് ഇന്ന് മിക്ക വാഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ തേർഡ് പാർട്ടി ക്ലെയിം കൂടിയുള്ള ഇൻഷുറൻസ് എടുക്കുന്നത്. What is clear ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം ക്ലിയർ? ഓക്കെ, അപ്പൊ ക്ലെയിമുകൾ രണ്ട് രീതിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാ, ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഴ്സൺസിന്റെ റിക്വസ്റ്റ് ആണ് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ഒരു റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ്. ആ പേയ്മെന്റ് നിങ്ങൾ താന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ, അത് ക്ലെയിം എന്ന് പറയുന്നു. അത് രണ്ട് രീതിയിലുണ്ട്, ഫസ്റ്റ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ അവർ ഓൺ കമ്പനി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ നടത്തുന്ന ക്ലെയിം, അത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് ക്ലെയിം മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി, മറ്റൊരു പേഴ്സന്റെ കമ്പനിയോട് നടത്തുന്ന ക്ലെയിം, ദാറ്റ് ഈസ് തേർഡ് പാർട്ടി ക്ലെയിം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് എക്സ്ക്ലൂഷൻ. അടുത്ത ടേമാണ്, ഒരുപാട് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അടുത്തത് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ടേമാണ്. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു, നമ്മളുടെ എന്താ പറയാ, ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അഗ്രിമെന്റ് നമ്മൾ ആ കരാറിൽ ഒപ്പുവെക്കുന്ന സമയത്ത് we can see behind the contract ബോണ്ടിന്റെ പിറകിൽ there will be so many terms and conditions, ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ കൃത്യമായി വായിച്ചു നോക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനൊക്കെ ഇൻഷുറൻസ് കിട്ടും, എന്തിനൊക്കെ ഇൻഷുറൻസ് കിട്ടില്ല എന്ന്. എക്സ്ക്ലൂഷൻ, specific conditions or circumstances which is enlisted in the policy that are not covered. കണ്ടോ, അതിന്റെ ഈ റിസ്ക് ഈ ഒരു പോളിസിയിനകത്ത് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് രോഗങ്ങളോ അല്ലെങ്കിൽ ചില സർക്കംസ്റ്റാൻസസോ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷൻ എന്ന വാക്കിന്റെ എന്താ, ഒഴിവാക്കപ്പെടൽ അല്ലെ, ഒഴിവാക്കപ്പെട്ടത് എന്നൊക്കെ പറയാം. അപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്ത്, എല്ലാ രോഗങ്ങൾക്കും ഇൻഷുറൻസ് കിട്ടുന്നു, ഒരു ഇൻഷുറൻസിനും ഇല്ല. എല്ലാ ഇൻഷുറൻസിനും അതിൻ്റെതായ സ്പെസിഫിക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. സോ അവര് എല്ലാം കഴിഞ്ഞിട്ട് അറ്റത്തൊരു സ്റ്റാർട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന്. അതെന്താണ്,
ആരും കാണാതെ പോകുന്ന കാര്യമല്ല കരുതത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഷുറൻസ് ഒക്കെ ഞങ്ങൾ തരാം, ഇതിന്റെ കവറേജ് ഒക്കെ തരാമെന്ന് പറയുമ്പോഴും അതിന് ചില വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലെ. കേട്ടോ, അങ്ങനെ സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർ അപ്പം നന്നായി ശ്രദ്ധിക്കണം. ചില സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഓഫർ കൊടുക്കുന്നു പറയുമ്പോ എല്ലാവരും കെട്ടുകടയെടുത്ത് അങ്ങോട്ട് പുറപ്പെടും അല്ലെ. എന്നിട്ട് അവിടെ ചെറിയുമ്പോൾ നിങ്ങൾ അത് ഇട്ടിട്ടുണ്ടല്ലോ, ഇത് ഇട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ ഒക്കെ നിങ്ങൾ ഇല്ലാന്ന് പറയുന്നു, അങ്ങനെ വേണമെന്ന് പറയുന്നു, ഇത് വേണമെന്ന് പറയുന്നു. അപ്പൊ തന്നെ അവർ പറയുന്നത് ആ ഒരു സ്റ്റാർ പുതുതാക്കി അവിടെ എവിടെയോ കണ്ണി പിടിക്കാത്ത പോലെ ഇട്ടിട്ടുണ്ടായിരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വായിക്കണം. അപ്പൊ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിന്നാലെ ഉണ്ട്. ചിലപ്പോ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ടാവും, ചിലപ്പോ അവിടെ ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെയാണ് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ശരിയാ. അപ്പൊ ചിലപ്പോ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും ആ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാം. അതായത് ആ പോളിസീസിലൊക്കെ ഓൾറെഡി അതവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദീസ് ആർ ദ സർക്കംസ്റ്റാൻസസ്. അപ്പൊ നിങ്ങളുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് കുറച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ലിസ്റ്റിലുണ്ട്. ഇന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ ഇതൊക്കെ നമ്മുടെ പോളിസിയുടെ കവറേജിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ഓരോ ടേംസും ഇമ്പോർട്ടന്റ് ആക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ടേംസ് ഒന്നും ഒഴിവാക്കേണ്ട എല്ലാ ടേംസും പഠിക്കണം. നെക്സ്റ്റ് അടുത്ത ടേം ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ആൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽ മെഡിക്കൽ ഓർ സർജിക്കൽ എക്സ്പെൻസസ്. ഒരു ഇൻഡിവിജ്വലിന്റെ എന്താ പറയാ രോഗ സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ സർജിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളും വഹിക്കുന്ന കവറേജ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ളത്, അതായത് രോഗം സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യാം, കവർ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെന്റ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും അതിന് പറഞ്ഞിരിക്കുന്നത് മാത്രം. അടുത്തത് മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. ഇതും ഇറ്റ് ഓൾസോ ലുക്സ് ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. രോഗം വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസങ്ങൾ ആശുപത്രിയിൽ കിടക്കണോട്ടോ, 1-2 ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതായത് അഡ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ based on the maximum insured. അതായത് നമ്മൾ ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുണ്ടാവും, എവിടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പരമാവധി 50,000 രൂപ വരെ കിട്ടുന്നു. നിങ്ങളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റിന് 50,000 രൂപ വരെ കിട്ടും, 1,00,000 രൂപ വരെ കിട്ടും അല്ലെ. കയ്യോ കാലോ ഏതെങ്കിലും ഒരു നഷ്ടമായ ഇത്ര രൂപ വരെ, ലൈഫ് മൊത്തത്തിൽ പോയി അതായത് ജീവനില്ലാതെ പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ. അങ്ങനെ ഓരോ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോഴും അതിനൊരു സം അഷ്വേർഡ് ഉണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്, പർട്ടിക്കുലർ എമൗണ്ട്. ലൈഫ് ഇൻഷുറൻസ് എടുത്തവരായിരിക്കും മിക്കവാറും അല്ലെ. അതിനൊരു സം അഷ്വേർഡ് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇത്ര രൂപയ്ക്ക് അല്ലെ. അതിന്റെ മെച്യൂരിറ്റി ഡേറ്റിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടും. അത് മരണമാണെങ്കിൽ ഇത്ര, അതായത് നമ്മൾ അടച്ച പൈസയിൽ പ്ലസ് നമ്മളുടെ സം അഷ്വേർഡും അങ്ങനെ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പോളിസിക്ക്. അതായത് നമ്മൾ ഒരു എന്താ പറയാ 1 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തിരിക്കണം, 10 വർഷം നമ്മൾ 1000 രൂപയോ അത്രയൊക്കെ രൂപ വെച്ച് മാസം മാസം അടച്ചുകൊണ്ടിരിക്കുന്നു. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 1 ലക്ഷമായി കിട്ടും എന്ന് പറയുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആ എന്താ പറയാ 10 വർഷം കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ സം അഷ്വേർഡ് നമ്മളോട് എത്രയാണ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അഷ്വേർഡ് ചെയ്തിരിക്കുന്നത് 1 lakh അല്ലെങ്കിൽ 1 lakh പ്ലസ് എത്ര വരെ നമ്മൾ അടച്ചു. ചിലപ്പോ 5-6 എന്താ പറയാ 5-6 കൊല്ലം അടച്ചിട്ടുണ്ടാവും. 5-6 കൊല്ലമായിട്ട് 1000 രൂപ ദിവസം മാസം നമ്മൾ അടച്ചിട്ടുണ്ടാവും. അതും പ്ലസ് സം അഷ്വേർഡ് കൂടി കിട്ടും. അതാണ് മരണത്തിന് അങ്ങനെ പ്രത്യേകത. അല്ലാന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിലാണെങ്കിൽ ആ സം അഷ്വേർഡിന്റെ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇതിന് ഒരടിയിൽ. അങ്ങനെ നമുക്ക് അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ എത്രയാണ് നമ്മളുടെ എടുത്തിരിക്കുന്ന സം അഷ്വേർഡ് എമൗണ്ട്, അതിന്റെ മാക്സിമം ലിമിറ്റ്, അതിന്റെ ഓവർ എമൗണ്ട് ഉണ്ടാവില്ല, അത് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക കിട്ടുക. അതിനെയാണ് നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ഇറ്റ്സ് എ കവർ വിച്ച് ലുക്സ് ആഫ്റ്റർ ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് based on maximum sum insured. നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന മാക്സിമം എമൗണ്ടിന്റെ ആ ഒരു ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡിക്ലെയിം ഇൻഷുറൻസ്. മാക്സിമം സം ഇൻഷുർഡ് അങ്ങനെ അണ്ടർലൈൻ ചെയ്താൽ മതി, ആ ടേമിന് ഉള്ള എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായോ? മാക്സിമം സം ഇൻഷുർഡ് അവിടെ പറയുന്നത് വിത്ത് റിഗാർഡ് ടു ദ ഫോളോയിങ് സിറ്റുവേഷൻസ് വരാം. ഇനി സിറ്റുവേഷൻസ് വേറെ നമുക്ക് ചോദിക്കും. മെഡിക്ലെയിം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലെയിം കിട്ടുന്ന സിറ്റുവേഷൻസ് എപ്പോഴൊക്കെയാണ്? 3 രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസുകൾ കിട്ടാം. ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖം.
എന്ന് വെച്ചാൽ അതെന്താണ് അതിന്റെ അർത്ഥം? പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ അസുഖം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അതിനകത്ത് എന്താ പറയാ, നമ്മള് സൈലന്റ് ആയി കിടക്കുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്, ഇല്ലേ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, ഞാനിപ്പോ ഒരു വലിയ രോഗിയാണ്, ആ രോഗത്തിന് അതായത് എനിക്ക് പെട്ടെന്നൊന്നും മാറാത്ത രീതിയിലുള്ള രോഗം, ആ രോഗത്തിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക, അത് കഴിഞ്ഞപ്പോ നമ്മളൊരു ഇൻഷുറൻസ് ചേരാം. എന്തായാലും ഇത്രയും വലിയ രോഗമൊക്കെ അല്ലേ, ഞാൻ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ചേരാം. ചിലപ്പോ അത്തരം രോഗങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കെ അത്തരം ഇൻഷുറൻസുകൾ തരാൻ ഇൻഷുറൻസ് കമ്പനിക്കാര് കൂട്ടാറില്ല. കാരണം നമ്മുടെ കയ്യിൽ ആ ഒരു രോഗമുണ്ട്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഒക്കെ ഉണ്ട്, അതിന് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് നേച്ചറുള്ള രോഗങ്ങൾ, ദീർഘകാലം കൊണ്ട് മാറുള്ളൂ അങ്ങനത്തെ രോഗം, ചിലരുടെ ഒന്നും മാറുപോലില്ല. അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതൊക്കെ ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് ആണ്, മാത്രമല്ല ഓൾറെഡി ആൾക്കാർ രോഗമുണ്ട്. അതേസമയം നമുക്ക് എടുക്കുന്ന സമയത്ത് അറിയില്ല, നമ്മുടെ ഇൻഷുറൻസിൽ ചേർന്ന സമയത്ത് അതില്ല, പെട്ടെന്നാണ് നമുക്ക് രോഗം ഉണ്ടാവണേ. അങ്ങനത്തെ രോഗങ്ങൾക്ക് പിന്നെ ഇൻ ദ ഇവന്റ് ഓഫ് എൻ ആക്സിഡന്റ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ആക്സിഡന്റ് ഒക്കെ എന്തായാലും പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാകുക. അത് നേരത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞിട്ടൊന്നും വരില്ല. ഓക്കെ, അപ്പൊ ആക്സിഡന്റിൽ കിട്ടുന്നതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ്. ഇൻ കേസ് ഓഫ് സം സർജറീസ്, പലതരത്തിലുള്ള സർജറി ഓപ്പറേഷൻസ് റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് യുവർ ഡിസീസ്, നമുക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സർജറി പോളിസി പീരീഡിൽ തന്നെയാവണം. പോളിസിയുടെ മെച്യൂരിറ്റി കഴിയുന്നതിന് മുമ്പ് ആ പീരീഡിൽ 5 വർഷം 10 വർഷത്തിനുള്ളിൽ ഒക്കെ ഉണ്ടാകുന്ന വലിയ സർജറീസ്, ഇതൊക്കെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുക. സോ മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുന്ന സിറ്റുവേഷൻസ് in the event of sudden illness, in the event of accidents, in case of surgeries during the policy period, ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് പോളിസി പീരീഡിൽ നടക്കുമ്പോൾ. ക്ലിയർ ആയോ? മൂന്നെണ്ണം മെഡിക്ലെയിം ഇൻഷുറൻസും അതുപോലെ തന്നെ അതിന്റെ സിറ്റുവേഷൻസും ക്ലിയർ ആയോ? ഓക്കെ, യെസ്, ഇതൊക്കെ സിമ്പിൾ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിൾ സെന്റൻസിലുമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ടേംസ് ഇപ്പൊ ഏറ്റവും പഠിച്ചു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ഏതൊക്കെയാണ് ടേംസ് പഠിച്ചത്? നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ, മെഡിക്ലെയിം ഇൻഷുറൻസ്. 9 ടേമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 9 ടേമും ഇമ്പോർട്ടന്റ്, 9 അല്ല 10. പ്രീമിയം അതിന്റെ ഡെലിവറി വിട്ടുപോയി, പ്രീമിയം, അങ്ങനെ 10 ടേംസ് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 10 ടേംസും ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഓർ കണ്ടീഷൻസ് 3 അതും പോയിന്റുകൾ 3 ABC എന്നുള്ളത് ടിക്കറ്റ് വെച്ചേക്കാം. ഇവിടെ ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് ഫോംസ് ഇൻ ഇന്ത്യ. ഇനി നമ്മളുടെ കുറച്ച് ഇന്ത്യയിൽ കുറച്ച് മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേമുകൾ, ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ എന്താ പറയാ, ചൂടെ കൊടുത്തിരിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഫേമുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് 2 3 ഒക്കെ ചിലപ്പോൾ തരും. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം മാറ്റി തരും. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ വിചാരത്തെ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് ഫേമുകളുടെ പേരാണ് അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. പേരുകളും നമുക്ക് പഠിക്കാറുള്ളൂ. ഈ കമ്പനിയുടെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഇഷ്ടംപോലെയുണ്ട്. ഓരോ കമ്പനിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. ഇതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. You have to just identify these are the major insurance firms in India. ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ് once again അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. ഓക്കെ, ടിക്കറ്റ് വെച്ചേക്കാം. എക്സാമ്പിൾസ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ടിക്കറ്റോ ക്ലിയർ ആയോ? ഓക്കെ, നേരത്തെ സ്പീഡ് കൂടിയെന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പൊ ക്ലിയർ ആയിരുന്നോ എന്ന് പറഞ്ഞേ. സ്പീഡ് കൂടിയത് ആരാണെന്ന് ചോദിച്ചു. ക്ലിയർ ആയോ? ആരാണാവോ ചോദിച്ചു. ആരാണ് സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞു? ക്ലിയർ ആയില്ലേ എന്ന് പറയാ. സ്പീഡ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത് ഒന്നും തീർക്കണ്ടേ? എല്ലാ ടീച്ചേഴ്സിന്റെയും ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. എനിക്കൊരു ചാപ്റ്റർ ഞാൻ എടുത്തോണ്ടിരിക്കുന്നുള്ളൂ, പക്ഷെ എനിക്ക് അവർ കുറവാണ്, അതാണ് പ്രത്യേകത. ഓക്കെ, അവർ കുറവാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് തന്നെ ചിലപ്പോൾ തീർക്കാൻ പറ്റുമെന്നും എനിക്ക് അറിയില്ല. ബിക്കോസ് സമയക്കുറവ് നന്നായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അതിന്റെ ഇടയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം എടുക്കാൻ പറ്റുന്നത് നമ്മൾ എടുക്കുന്നതായിരിക്കും. ആരോ ഒരാള് സ്പീഡ് കൂടിയെന്ന് പറഞ്ഞു.
പറയുന്നത്. ഓക്കെ, സഫീറ തന്നെയാണോ പറഞ്ഞത്? ഓക്കെ, ശരി ശരി, എന്റെ പേര് നോട്ട് ചെയ്തല്ലോ. ഓക്കെ സഫീറ, യെസ്, ക്ലിയർ ആയിരുന്നു അല്ലേ? അത് മനസ്സിലാക്കിയാൽ മതി എനിക്ക്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കുന്നതിന്റെ, അല്ലെങ്കിൽ ഇത്തരം പദ്ധതികൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടം, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ അല്ലെ? അല്ലാതെ വെറുതെ ഒരു ബെനഫിറ്റും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ചേരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബെനഫിറ്റുകൾ ഉണ്ടാകും അല്ലെ? സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ബിഹൈൻഡ് ടേക്കിംഗ് സച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഇത്തരം സ്കീമുകളിൽ നമ്മൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ്. ഒന്നാമത്തേത് ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ്. അതായത് ഇത്തരം ഇൻഷുറൻസുകളിൽ പദ്ധതികളിൽ പേര് അല്ല നമ്മൾ എന്താ പറയാ ചേർന്ന് കഴിഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും മനുഷ്യന്മാരാണ് ഇന്നത്തെ കാലത്ത് രോഗം ഒഴിഞ്ഞിട്ടൊരു നേരമില്ല അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള സെലറായിട്ടുള്ള ഇല്ലസ് നമ്മൾ അറിയുന്നില്ല. ചില രോഗങ്ങളൊക്കെ നമുക്ക് ഉള്ളിലൊക്കെ കിടക്കണ്ടോ ഇല്ലേ എന്നൊന്നും അല്ലെ? ഒത്തിരി നമ്മളുടെ എന്താ പറയാ റെസിസ്റ്റിംഗ് പവറുകളൊക്കെ കുറയുമ്പോഴാണ് ചില രോഗം ഇങ്ങനെ പുറത്തേക്ക് ഫിസിക്കലായിട്ട് പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കും അല്ലെ? നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. കുറെ കഴിയുമ്പോൾ അതൊക്കെ ഇല്ലാതാകുമ്പോൾ ജസ്റ്റ് അതിങ്ങനെ പുറത്തേക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നമുക്കറിയാം റിസൾട്ട് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. നമ്മളുടെ വീടുകളില് ചില സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് കാരണമാകും ഇല്ലേ? ഇപ്പൊ ഉദാഹരണം, ചിലപ്പോഴൊക്കെ ആൾക്കാർ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് നമ്മൾ സമ്പാദിച്ചാലും ഒരു കളിക്കുള്ളൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പനിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിന് നമ്മൾ എത്ര വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയാലും ചില രോഗങ്ങൾ നമ്മളെ പിടികൂടുമ്പോൾ അത് ചിലപ്പോ നമ്മളുടെ വേരോടെ നമ്മളെ എന്താ പറയാ പിഴുതു കളയാൻ പാകത്തിന് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകും. ചില രോഗങ്ങൾ വന്നാൽ മതി അല്ലെ? അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് സാമ്പത്തിക ഞെരുക്കം. നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ നിന്നുള്ള വരുമാനം നമ്മുടെ ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയുമായിട്ട് അതങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാണ്. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്, അത്തരം ഒരു സിറ്റുവേഷൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ബാധിച്ചാൽ അത് എന്ത് ചെയ്യും? അത് ലീഡ് ടു ഫിനാൻഷ്യൽ ക്രൈസിസ്. ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. വലിയ സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര വലിയ നിധിയോ എന്തെങ്കിലും നമ്മുടെ വീടുകളിലൊന്നും ഇല്ലാതെ എന്താ പറയാ നമ്മുടെ ഡെയിലി നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല, കുഞ്ഞു സമ്പാദ്യം നമ്മൾക്ക് ഫ്യൂച്ചറിൽ കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ കുട്ടികളുടെ മാരേജ് ഇതിനൊക്കെ വേണ്ടി കുഞ്ഞു നമ്മൾ ചുരുക്കൂട്ടി വെക്കുന്നത് ഇതുപോലുള്ള ചില രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മള് അപ്പാടെ തകർന്നു. ബിക്കോസ് അതിനുള്ളതേ ഉള്ളൂ ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ടുകൾ ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽസ് വലിയ വലിയ എമൗണ്ടുകൾ നമുക്ക് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ ആളെ രോഗികളെ നോക്കുള്ളൂ ഡോക്ടേഴ്സ്. അപ്പൊ അത്തരം സർക്കംസ്റ്റാൻസുകളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്, പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ നേടിയെടുത്ത് ലക്ഷങ്ങൾ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊടുക്കുന്നത് ഒരു പരിധി വരെ എന്ത് ചെയ്യാം, നമുക്ക് ഇല്ലാതാക്കാം. അത് മാത്രമല്ല പുവർ പേഷ്യൻസിന്, അതായത് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം വലിയ ഹൈ കോസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് അവർക്ക് ചിലപ്പോൾ നേടാൻ പറ്റില്ല. അവരുടെ കയ്യിൽ കാശില്ല. അപ്പൊ എന്താ, നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് മരിച്ചോ, നിങ്ങൾക്ക് ചികിത്സയില്ല, അങ്ങനെയാണോ? അല്ല. അപ്പൊ ഈ ചെറിയ ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ നമ്മൾ ചേരുകയാണെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാണ്ട് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിലേതിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ അതൊക്കെ നേടിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് പറ്റും? ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ നമുക്ക് നേരിടാനും പറ്റും. അത് മാത്രമല്ല നമുക്കും നല്ല നല്ല എന്താ പറയാ ഹെൽത്ത് കെയർ സർവീസസ് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇതുപോലെയുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക്. അപ്പൊ രണ്ട് രീതിയിലും ഗുണം ചെയ്യും. ഇപ്പൊ കാശുള്ളവർക്കാണെങ്കിലും ഇനി വലിയ തുക ഹോസ്പിറ്റൽസിന് വേണ്ടി കൊടുക്കാതെ ഇരിക്കാം. അതോടൊപ്പം തന്നെ പുവർ പീപ്പിൾ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഹൈ കോസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസുകൾ അവർക്ക് അക്വയർ ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും ബൈ പ്രൊവൈഡിങ് ഇൻഷുറൻസ്. ഇത്തരം ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്, റിസൾട്ട് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ്, ആക്സസിങ് ഹെൽത്ത് കെയർ. നമ്മള് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടൊക്കെ ഹോസ്പിറ്റൽസിൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ വലിയ വലിയ തുകകൾ കൊടുക്കുമ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് പെർമിറ്റുകള്, ഇൻഷുറൻസ് സർവീസുകൾ ഇതുപോലത്തെ പുവർ പീപ്പിളിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ കോസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ട് രീതിയിലും അത് സഹായമാണ്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് മനസ്സിലായോ?
രണ്ടാമത്തേത് കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. കണ്ടോ? അതായത് വലിയ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം രോഗങ്ങളിൽ നമ്മൾ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ചില ആളുകൾക്ക് അവരുടെ ആ നിത്യരോഗിക്ക് എന്താ പറയാ എല്ലാ ദിവസത്തെയും ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുള്ളൂ ചില വീട്ടുകാർക്ക്. അതേസമയം ഇതുപോലെയുള്ള വലിയ രോഗങ്ങൾ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ബാധിച്ചാല് ഹോസ്പിറ്റലൈസ്ഡ് ആയി ചിലപ്പോ അവിടെ അവര് ഉള്ളതൊക്കെ വിറ്റ് കൊടുക്കേണ്ടി വരും. അവർക്ക് ഉള്ള സ്വർണ്ണോ അല്ലെങ്കിൽ വീടോ വീടിന്റെ സ്ഥലമോ എല്ലാം വിറ്റ് കൊടുത്തിട്ടും എന്ത് ചെയ്യും ഈ ചികിത്സ. കാരണം നമുക്ക് അന്ന് വേണം നമ്മൾക്ക് ഒരാളുടെ ജീവനാണ് വരുന്നത്. ഈ വീടോ അല്ലെങ്കിൽ എന്താ പറയാ സ്ഥലമോ സ്വർണ്ണമോ ഒന്നും അല്ല നമുക്ക് അത്രയും ആ സമയത്ത് വരുന്നത് അല്ലെ. ഇറ്റ്സ് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. തീർച്ചയായിട്ടും അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് ഇത്തരം മെഡിക്കൽ ഇൻഷുറൻസ് ഒന്നുമില്ലെങ്കിൽ ഇതിന് ലീഡ് നമുക്ക് പോവർട്ടി. തീർച്ചയായിട്ടും അവരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും, വീടിന് പോകും, നഷ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് വിൽ ഹെൽപ്പ് ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ്. ഇത്തരം അവസ്ഥകൾ അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? Okay. Third one, medical insurance coverage permits patients for negotiation. ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടിയാലോചിക്കുക അതൊക്കെയാണ്. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസുമായിട്ട് ഏത് ടൈപ്പ് ഓഫ് എന്താ പറയാ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ വേണം, ഏത് ഹോസ്പിറ്റൽസിൽ പോകണം എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിച്ചെടുക്കാൻ ഒരു ഇത് കിട്ടും. എന്ന് വെച്ചാൽ അത്ര ഇപ്പൊ ചില രോഗങ്ങൾക്ക് ചില ഫെസിലിറ്റീസ് കൂടുതൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജ് ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടോ ഇല്ല എന്നൊക്കെ ആലോചിച്ച് ചെയ്യാനായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവസരം കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആൻഡ് ഐ ഹാവ് ഗോട്ട് സം ആക്സിഡന്റ്. എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് പറ്റി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ മെഡിക്ലെയിം ഇൻഷുറൻസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന ഹോസ്പിറ്റൽസിൽ ഇന്ന ഇൻഷുറൻസ് കവറേജുകൾ കിട്ടുന്നതാണ് എന്ന് മെഡിക്ലെയിം ഇൻഷുറൻസുകളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റൽസിൽ ഏത് വേണം, സോ ഐ കൻ സെലക്ട് അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ. എന്റെ ഇതനുസരിച്ച് എനിക്ക് ആ ഏത് ഹോസ്പിറ്റലിൽ പോകണം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്ത് കെയർ സർവീസ്, നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലെ സർവീസസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കും. ഓക്കെ, അതർവൈസ് എനിക്ക് എന്ത് പറ്റില്ല, എന്റെ കയ്യിൽ ഇത്രയൊക്കെ കാശുള്ളൂ, അവിടെയൊക്കെ പോയാൽ ഒത്തിരി കാശാവില്ലേ, അതുകൊണ്ട് വേണ്ട, ഇവിടെ മതി, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അത്രയും ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിലും തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, കുറച്ച് പൈസ കുറവുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. അതേസമയം മെഡിക്കൽ ഇൻഷുറൻസിന് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഫോർ നെഗോഷിയേഷൻ, അവർക്ക് ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? നാലല്ല, മൂന്നാമത്തെ. Okay, then fourth one, health insurance protects you from high unexpected loss. രോഗങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ അൺഎക്സ്പെക്ടഡ് ആണ്, ഇത് വലിയ നമ്മൾക്ക് അല്ലെ, അത് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങള്, അതുപോലെ തന്നെ ആക്സിഡന്റുകള്, ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് സംരക്ഷണം നൽകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ എത്രയും പെട്ടെന്ന് ഇല്ലാത്തവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഏതെങ്കിലും രീതിയിലും അത് എടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. 60+ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പോളിസീസ്, 70+ അങ്ങനെ അല്ലെ. ഓരോ ഈ പിയർ ഗ്രൂപ്പ് വഴിയൊക്കെ ഓരോ ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്, നമ്മുടെ കുടുംബശ്രീയൊക്കെ വഴിയുണ്ട് ഒക്കെ അല്ലെ. അപ്പൊ ഓരോന്നുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ളത് വേറെ, അവർക്ക് പഠന സഹായത്തിനുള്ളത് വേറെ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഇൻഷുറൻസുകളൊക്കെ പല രീതിയിലുണ്ട്. നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസുകളും അതുപോലെ പലതും ഉണ്ട്. അപ്പൊ അതൊക്കെ ഏതെങ്കിലുമൊക്കെ എടുത്താൽ അതിന്റെയൊക്കെ ബെനിഫിറ്റുകൾ നമുക്ക് തന്നെയാണ്. ഇതുപോലുള്ള ഹൈ ഫിനാൻഷ്യൽ ലോസുകളെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി അഫോർഡബിൾ. നമുക്ക് വലിയ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടും. കാരണം നമ്മൾ നേരത്തെ സീനിയർ സിറ്റിസൺസിനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താ പറയാ, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടും. അതെവിടെയാ? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെഗോഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ ഇൻഷുറൻസുകാരെ ആലോചിച്ച് നിങ്ങൾക്ക് എവിടെയാണ് ചികിത്സ വേണ്ടത് അവരുമായിട്ട് ആലോചിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് തരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ കിട്ടും. എന്ന് വെച്ചാൽ നല്ല
സർവീസസ് കിട്ടുന്ന നല്ല നല്ല ഉപകരണങ്ങളൊക്കെ വെച്ച് എന്താ പറയാ രോഗികളെ പരിശോധിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചികിത്സാ രീതികളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ക്വാളിറ്റി ട്രീറ്റ്മെന്റുകളും മെഡിക്കൽ ഇൻഷുറൻസുകൾ കൊണ്ട് ബെനിഫിറ്റബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വേണ്ടി അഫോർഡബിൾ അതാണെങ്കിലും കുഴപ്പമില്ല. ചില ഇതിന് പറ്റില്ല, ഇൻഷുറൻസ് ഒന്നുമില്ല, അപ്പൊ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും, ആ ഹോസ്പിറ്റലിൽ കിട്ടും. പക്ഷെ അതിന് നല്ല ഫണ്ട് വേണമല്ലോ. സോറി, അത് വേണ്ട, അവർക്ക് അത്രയും ഫണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല. സോ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം. ഓക്കെ, ഇതൊക്കെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട്. ഏതിന്? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് നമ്മൾ എടുക്കാനും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടാക്സ് ബെനിഫിറ്റ്സ്. ഇനി അവസാനത്തേത് എന്താ? ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി. അതെന്താ? ഇവിടെ ഒരു ടാക്സുമായി ബന്ധപ്പെട്ട ഒരു സാധനം വന്നേക്കണേ. എന്തെങ്കിലും ഐഡിയല്ലോ എന്തായിരിക്കാം ടാക്സ് ബെനിഫിറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്യാം, അറിയാം. അതല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു. ടാക്സ് ബെനിഫിറ്റ് എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം പോകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും. മാത്രമല്ല പൂർ പീപ്പിളിന് ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റ് കിട്ടാനൊക്കെ ഹെൽത്ത് കെയർ ഇൻഷുറൻസുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടുമ്പോൾ ചില ഫാമിലീസ് പോവർട്ടിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് പോകും. എന്നാൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ് പേഷ്യൻസിനെ നെഗോഷിയേഷന് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് കൂടി ആലോചിച്ച് ഹോസ്പിറ്റലിൽ പോകണം, നമുക്കുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഇൻഷുറൻസ് കമ്പനി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ അൺഎക്സ്പെക്ടഡ് ലോസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിലാണ് എല്ലാ ഹെൽത്ത് കെയർ പോളിസീസും. ആൻഡ് ലാസ്റ്റ് ഇതിലൊന്നും പെടാത്ത ഒരു ടാക്സ് ബെനിഫിറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറയാം. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് തന്നെ യെസ്, അപ്പൊ കിട്ടി. സ്മിത സജിത്തിന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും അവിടെ സമയം പോകണ്ട. അപ്പൊ ഇല്ലേ നമ്മൾ ഈ ടാക്സ് എന്താ പറയാ, നമ്മൾ പറഞ്ഞല്ലോ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക ഇൻഷുറർക്ക് അടച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിതാണെങ്കിലോ വലുതാണെങ്കിലോ ഇത്ര രൂപ വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നുണ്ട് അല്ലെ. അതൊരു ആനുവൽ ആകുമ്പോൾ, ഒരു വർഷത്തിലേക്ക് ആകുമ്പോൾ ഇത്ര രൂപയുണ്ട്. ചില ആളുകൾക്കൊക്കെ ടാക്സ് കൊടുക്കേണ്ട ആളുകളുണ്ട്. ഇൻകം ടാക്സ്, വരുമാനത്തിന് ടാക്സ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അവരുടെ ഇൻകം ഇത്ര രൂപയിൽ കൂടുതലാണെങ്കിൽ അവരുടെ ടാക്സ് കൊടുക്കണം. ആ ടാക്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ടാക്സബിൾ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ എമൗണ്ട്, പ്രീമിയം അടയ്ക്കണ്ടല്ലോ നമ്മൾ ഇൻഷുറൻസ് ഏതിനു വേണ്ടിയിട്ട്? ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് മെഡിക്കൽ ഇൻഷുറൻസുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം വിൽ ബി ഡിഡക്റ്റബിൾ ആസ് ഫ്രം ദ ടാക്സ്. ഈ ടാക്സ് കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? അത് കുറയ്ക്കുന്നതായിരിക്കും. നമുക്ക് ടാക്സബിൾ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ തുക കുറച്ചിട്ട് ബാക്കിയുള്ളത് ഇനി എത്രയുണ്ടോ അതിന് നമുക്ക് ടാക്സ് അടച്ചാൽ മതിയാകും. ഓക്കെ, അതുകൊണ്ടാണ് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ കൊടുത്തിരുന്നത്. അപ്പൊ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്, ഏതിന്റെ? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് ആ തുക ഒരു വർഷത്തിലേക്ക് ആവുമ്പോൾ ഒരു നിശ്ചിത തുക ഉണ്ടായിരിക്കും അല്ലെ. ആ അടച്ച പ്രീമിയത്തിന്റെ തുക എന്ത് ചെയ്യും? ടാക്സ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും. ടാക്സിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണോ അത് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക, ടാക്സ് എത്രയാണെന്ന് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്ര ശതമാനം, ചിലപ്പോൾ 5% ഇൻകം ടാക്സ് കൊടുക്കേണ്ടവരുണ്ടാകും, 2% കൊടുക്കുന്നുണ്ടാവും, വേണ്ടവരുണ്ടാകും അല്ലെ. അത് കൊടുക്കേണ്ടത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇൻഷുറൻസിന് വേണ്ടി അടച്ച പ്രീമിയത്തിന്റെ തുക ഡിഡക്ട് ചെയ്യും, കുറയ്ക്കും. അതായത് ബാക്കിയുള്ള എമൗണ്ട് നോക്കും. എന്നിട്ട് അതിന്റെ ആ ഒരു പറഞ്ഞിരിക്കുന്ന ലിമിറ്റേഷന്റെ ഇടയിലാണോ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്ന് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയും എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതും എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? പറഞ്ഞോട്ടെ, സമയം പോകുന്നു. പറഞ്ഞോട്ടെ, 6 പോയിന്റുകളാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ടുള്ള നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ് പറഞ്ഞു തീർത്തത്. ഓക്കെ, യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമുക്ക് പറയാം എന്തൊക്കെയാണ് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന്റെ ആ കവറേജിനകത്ത് വരുന്ന ചെലവുകൾ ഏതൊക്കെ, എന്തൊക്കെ ചെലവുകൾ വന്നാൽ അതൊക്കെ നമുക്ക് കമ്പനി കവർ ചെയ്ത് തരും. എന്നുവെച്ചാൽ എന്തൊക്കെ ചെലവുകളാണ് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തത്. ഇപ്പൊ ഞാനിപ്പോ രോഗമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കിടക്കുമ്പോൾ ഇഷ്ടംപോലെ ചെലവുണ്ട്. റൂം റെന്റ് കൊടുക്കണം അല്ലെ, നമ്മൾ എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, പിന്നെ അവർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറയുമ്പോൾ അതിന്റെയൊക്കെ പൈസ, ഇതെല്ലാം ഉണ്ട്. ഇത്രയെല്ലാ ചെലവുകളുണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഏതൊക്കെ ചെലവുകൾക്ക് കവറേജ് തരും, എന്തൊക്കെ ഏതൊക്കെ പൈസ അവര്
തിരിച്ച് നമുക്ക് എന്താ പറയാ ഇൻഡെംനിഫൈ ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണേ. ഓരോ കമ്പനിക്കും ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ പ്ലാൻ. എല്ലാ കമ്പനിയും ഒരേപോലെ എല്ലാ ചെലവുകളും മീറ്റ് ചെയ്യുന്നില്ല. ഓരോ കമ്പനിയും അവരുടേതായ പ്ലാനിങ് ഉണ്ട്. അവരുടെ ചില എക്സ്പെൻസുകൾ ചിലപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യും അല്ലെ. അത് തന്നെ ചിലതിന് അത് തന്നെ നമുക്ക് കൺവെയൻസ്, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, പോകുന്നതിന് വരുന്നതിനൊക്കെ ചിലവുകളും മീറ്റ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്. അത് ഓരോന്നും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഷുറൻസ് കമ്പനി. അത് ഏത് ഇൻഷുറൻസ് ആണോ ആ കമ്പനിക്കാരെ ബേസ് ചെയ്തിരിക്കും. ചിലതിന് കൊടുക്കും, ചിലതിന് കൊടുക്കൂല. അവര് കൊടുക്കണ്ടല്ലോ ഇതിന് കൊടുക്കണ്ടല്ലോ എന്നൊന്നും നമ്മൾ അവരോട് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ ബിഫോർ എൻട്രിങ് ഇൻ ടു ദ കോൺട്രാക്ട്, നമ്മൾ ആ ഒരു കോൺട്രാക്ടിലേക്ക് ആ ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഒരു പോളിസി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് വളരെയധികം ആലോചിച്ച് അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്താ പറയാ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെ. അല്ലാതെ ആ ഇൻഷുറൻസ് എടുത്താൽ അവർക്ക് അത് കിട്ടി ഞങ്ങൾക്ക് എന്ത് കിട്ടാതെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓർക്കണം ആ ചാർട്ട സാധനം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കവറേജുകൾ കിട്ടുന്ന എക്സ്പെൻസുകൾ. ഫസ്റ്റ് വൺ, ഇൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഇൻ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലൈസ്ഡ് ആകുക, അഡ്മിറ്റഡ് ആകുക. ഇൻ കേസ് ദ പേഷ്യന്റ് ഈസ് ഇൻ ഹോസ്പിറ്റലൈസ്ഡ് എന്ന് വെച്ചാൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ഡ്യൂ ടു എനി ടൈപ്പ് ഓഫ് ഡിസീസസ് ഓർ ഇഞ്ചുറി, ഏതെങ്കിലും തരത്തിലുള്ള രോഗം അല്ലെങ്കിൽ മുട്ടോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസ് പ്ലാനില് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനി തരുന്നത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കവറേജ് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ട്? സോ റെന്റ്, റൂമിന്റെ വാടക. ഓക്കെ, നഴ്സിംഗ് എക്സ്പെൻസ്, അവരുടെ നഴ്സിംഗ് ചെയ്ത ശുശ്രൂഷ നമ്മളെ എന്തൊക്കെ ചെയ്യുന്നു അതിനൊക്കെ കിട്ടുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു പേയ്മെന്റ്, അപ്പൊ അതിന്റെ ഒരു ബില്ല് ഉണ്ടായിരിക്കും അത്. പിന്നെ ICU ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജസ്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഫീസ് അത്. പിന്നെ അതുപോലെ തന്നെ സർജറീസ്, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സർജിക്കൽ ടൂൾസ് ഒക്കെ നമ്മളോട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ചില സർജിക്കൽ ടൂൾസ് ഒക്കെ ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഡ് ബി ഡിസ്പോസ്, അത് മാറ്റണം. ഡിസ്പോസ് ചെയ്യും, പിന്നെ വേറെ ആൾക്കത് ഉപയോഗിക്കില്ല. ചില എക്യുപ്മെന്റ്സുകൾ കേട്ടാ, എല്ലാ എക്യുപ്മെന്റ്സും അല്ലാത്ത ചില എക്യുപ്മെന്റ്സ് അപ്പൊ അത് റീപ്ലേസ് ചെയ്യും. അതൊരു അപ്പൊ ഓരോ പേഷ്യൻസിനും അവരെ കൊണ്ട് പുതിയത് വാങ്ങിപ്പിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? സർജിക്കൽ ടൂൾസ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യുന്ന ചില ഉപകരണങ്ങളും അതേപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിപ്പിക്കും. അപ്പൊ അതൊക്കെ ചെലവാണല്ലോ. ചിലതിനൊക്കെ 2000, 3000, 5000, 10000 രൂപ വില വരുന്ന ഇതുപോലെയുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കും. സോ അത് ആ പേഷ്യന്റിന് മാത്രമേ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അത് കളയേണ്ടി വരും, അടുത്ത ആൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ അത് ഈച്ച് ആൻഡ് എവരി പേഷ്യന്റിന് ചിലപ്പോൾ അവർ വാങ്ങിക്കാൻ പറയും. അതൊക്കെ എമൗണ്ട് ആണല്ലോ. ചില ആളുകൾക്ക് 1000 രൂപയുടെ ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ പോലും ചിലവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം? അത്തരം ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ കവറേജ് അവർക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ട്. വിചാരണ ഒന്നുകൂടി പറയാം: റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, സച്ച് അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്. ക്ലിയർ ആയോ? അതാണ് ഇൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ. ഓക്കെ, ആ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു ആൻ ഇൻജുറി ഓർ ഇൽനസ് ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ഇൻ യുവർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് will be met by the insurer. ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ഇൻഷുറർ മീറ്റ് ചെയ്യുന്നതായിരിക്കും. താഴെ പറയുന്നതാണ് ആ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ. ആ പോയിന്റുകൾ ടിക്ക് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് ആ കവറേജ് കിട്ടാന്ന്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഈ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ പോട്ടെ. എക്സ്പെൻസസ് ഏതൊക്കെയാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന എക്സ്പെൻസുകളാണ്? ഒന്ന് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. നെക്സ്റ്റ് വൺ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ്, അഡ്മിറ്റ് ചെയ്തിട്ടില്ല പേഷ്യന്റിനെ, അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ വന്നു നോക്കണ്ട് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ചികിത്സ നടത്തുന്നുണ്ട്. ചിലപ്പോ ചില രോഗികളൊക്കെ വല്ല ടെസ്റ്റോ അല്ലെങ്കിൽ ചില സർജറിയോ, ചെറിയ സർജറിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ വരുമ്പോ ചിലവരെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതിനു മുമ്പ്, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതിന് മുമ്പുള്ള എക്സ്പെൻസുകൾ, അതായത് ഓൾ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതിന് മുമ്പ് ഉള്ള ചില കാര്യങ്ങളുടെ കവറേജും ആ ഇൻഷുറൻസ് പ്ലാനിൽ ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത്, അത്തരം ചെലവ് എന്ന് പറയുന്നത് ഡോക്ടർ കൺസൾട്ടേഷൻ, അത് അഡ്മിഷൻ നടത്തുന്നത് എപ്പോഴാണ്?
ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് ഡോക്ടർ നോക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ്. നോക്കി പരിശോധിച്ച് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന അങ്ങനെയൊക്കെയാണ് അല്ലെ. അപ്പൊ അഡ്മിറ്റ് ആക്കിയിട്ടില്ല, അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന കാര്യമാണ് ആദ്യം നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ചെലവുകള്. പിന്നെ മെഡിക്കൽ എന്തെങ്കിലും തെറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ടെസ്റ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അതിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടേ. ചില ആളുടെ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാം, അടുത്ത ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറയാം അല്ലെ. അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഇങ്ങനെ തന്നെ വേഗം അത് അങ്ങനെ പോയി കിടന്നാൽ മതി, അഡ്മിറ്റ് ഒന്നും വേണ്ട, അല്ലാതെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനത്തെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ പല പ്രൈമറി പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും പ്രിവെന്റീവ് സർജറീസ്, ചിലപ്പോൾ ബ്ലഡ് ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കുഞ്ഞു സർജറീസ് ഒക്കെ ആയിരിക്കാം അത്. പിന്നെ അതിനകത്തുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, പിന്നെ മരുന്നുകൾ ചിലപ്പോൾ അവിടെ കൊണ്ടുവന്ന് അപ്പൊ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വന്നിട്ടുണ്ടാവും. അവിടെ ചെന്ന് എന്തെങ്കിലും മരുന്ന് കൊടുത്തു, ചിലപ്പോൾ നല്ല പൈസയുള്ള നല്ല വിലയുള്ള മരുന്നൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ കാശുകളൊക്കെ ഇതെല്ലാം പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വരും. ഇതിലൊക്കെ ഇൻഷുറൻസ് പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, കവർ കൊടുക്കുന്നുണ്ട്. സോ ആ പോയിന്റുകൾ എല്ലാം അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡോക്ടർ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് മെഡിസിൻസ്. അണ്ടർലൈൻ ചെയ്തോ? മനസ്സിലായോ? ആരെങ്കിലും ഉണ്ടോ? അത് ഓരോന്നിനും ഓരോ രീതിയാണ്. മറ്റേത് ഇൻ ഹോസ്പിറ്റലൈസേഷൻ ആണ്, അതായത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അഡ്മിറ്റ് ചെയ്തു കഴിയുമ്പോൾ അതൊക്കെയാണ് റൂം റെന്റ്, ICU ചാർജ്, നഴ്സിംഗ് ചാർജസ്, പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ. ഓക്കെ, സർജറീസ്, അതുപോലെ സർജിക്കൽ ടൂൾസ്, മറ്റു കാര്യങ്ങളൊക്കെ. അതായത് പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ ഡോക്ടർ കൺസൾട്ടേഷൻ വീണ്ടും വരും. അത് പിന്നെ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള സർജറിയോ അതുപോലെ പ്രിവെന്റീവ് പ്രൊസീജിയേഴ്സോ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളോ മെഡിസിനോ അതൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ. ഓക്കെ, ഓരോന്നിനും ഓരോ രീതിയാണ്. നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഇനി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ഡിസ്ചാർജ്, അതായത് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞു, അതായത് അഡ്മിഷൻ കഴിഞ്ഞു, പോസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് എന്നല്ലേ. പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മള് ഇല്ലേ? പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നല്ലേ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളത്, അതാണ് PG എന്ന് പറയുന്നത്. ഇവിടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ, അതായത് അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷമുള്ളതാണ്. ഓൾ ദ കോസ്റ്റ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പേഷ്യന്റ് കെയർ ആഫ്റ്റർ എ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ, ചിലപ്പോൾ മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്തിനു വരിക? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ദീർഘകാലത്തേക്കും നല്ലത, ഒരു കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്കും നല്ല ആഫ്റ്റർ സ്പെസിഫിക് പീരീഡ് കുറച്ച് നാളത്തേക്ക് ചിലപ്പോ എന്താ പറയാ ഡിസ്ചാർജ് ഒക്കെ ചെയ്തു, ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഫോളോ ഒക്കെ വരാനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ചെലവുകളൊക്കെ, ഉദാഹരണം ഈ എന്താ പറയാ ഡയാലിസിസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം. ഇതിനകത്ത് വരുന്ന ചെലവുകൾ വീണ്ടും പറയുന്നുണ്ട്. കൺസൾട്ടേഷൻ ചെലവുകൾ, അത് പോകുന്നതിന് മുമ്പ് വീണ്ടും ഡോക്ടറെ ഒന്ന് ചിലപ്പോൾ കൺസൾട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ആ പോകുന്നതിന് മുമ്പ് ചില ടെസ്റ്റുകൾ വീണ്ടും നടത്തേണ്ടി വരും. അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് കുറച്ച് മെഡിസിൻസ് കൂട്ടത്തില് കുറെ കൊടുത്തു വിടും. പിന്നെ എന്തെങ്കിലും തെറാപ്പി ഒക്കെ നടത്തേണ്ടി വരും അല്ലെ. അതിനുവേണ്ടി റിഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. പിന്നെ കൊടുക്കുന്ന മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസ് പ്ലാനിനകത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് വീണ്ടും നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡ്, പോസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് സെന്റൻസ്, എന്താ പറയാ കൺസൾട്ടേഷൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ്, തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓരോ ഹെഡിങ് നോക്കിയിട്ട് വേണം ഏതൊക്കെ എക്സ്പെൻസ് അതിനകത്ത് വരണമെന്ന് അറിയാനായിട്ട്. എല്ലാത്തിനും കൂടി ഒരു ഇതാക്കരുത് കേട്ടോ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്ന എല്ലാം തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വന്നിട്ടില്ല. ആലോചിക്കണം. പറഞ്ഞത് മനസ്സിലാക്കി? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിൽ വന്നിട്ടുണ്ടോ? എവിടെ വന്നിട്ടില്ല? പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ വന്നിട്ടില്ല. അപ്പൊ ഓരോ എക്സ്പെൻസുകളിനകത്തും കീഴിൽ എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ എന്താ പറയുക സെപ്പറേറ്റ്ലി മനസ്സിലാക്കണം. Okay, next one is ambulance charges. In the ambulance charges, the health insurance plans also provides coverage for shifting patients from any accident area to the hospital.
ബൈ ആംബുലൻസ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ തീരെ വയ്യാണ്ട് കിടക്കുന്ന ഒരാള് ഭയങ്കര സീരിയസ് ആയിട്ട് അപ്പൊ ചിലപ്പോ അവിടെ വീടുകളിൽ നിന്നോ എങ്ങോട്ടേക്കെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആംബുലൻസിന്റെ ചാർജ് ചിലപ്പോൾ കുറച്ച് ദൂരമൊക്കെ കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും അതിനും ചാർജ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലില് ആംബുലൻസ് വെറുതെ കിടന്നു കൊടുക്കുന്നതല്ല, അപ്പൊ അതിന് ചാർജ് ഉണ്ടായിരിക്കും. അതിന്റെ കവറേജും എന്ത് ചെയ്യുന്നുണ്ട്, ചില ഇൻഷുറൻസ് പ്ലാനുകൾ, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആംബുലൻസ് ചാർജസും ആർ ഓൾസോ കവേർഡ് അണ്ടർ health insurance plans. മനസ്സിലായോ? ആംബുലൻസ് ചാർജസ് ക്ലിയർ ആയോ? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഇൻഷുറൻസിന്റെ കവറേജ് ഏരിയയിൽ വരുന്നത്. തീർന്നില്ല. അടുത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. മൂന്നെണ്ണോട് വേഗം പറഞ്ഞേക്കാം. ഡേ കെയർ ട്രീറ്റ്മെന്റ്, അതായത് ഇഫ് എ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ ഫോർ നോട്ട് ലെസ് ദാൻ 24 hours, ഒരു 24 മണിക്കൂറിൽ കുറവൊക്കെ ഒരു ഡേ കെയറിന്റെ ഫെസിലിറ്റിക്ക് വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ ചിലപ്പോ ഒരു ദിവസത്തെ എന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രിയാകുമ്പോഴാണ് കാലത്ത് കൊള്ളുന്നത്, രാത്രിയാകുമ്പോ ആ 24 മണിക്കൂറിൽ കുറയാത്ത ഒരു സമയത്ത് ഒരാളെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. കുറെ ദിവസം കിടക്കുകയല്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു സമയത്ത്, ആ ഒരു കാലയളവിൽ, ആ ഒരു ഡ്യൂറേഷനിലുള്ള എക്സ്പെൻസുകളും ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് പ്ലാൻ വിൽ മീറ്റ് ദ കോസ്റ്റ് ഓഫ് ഓൾ പ്രൊസീജിയേഴ്സ്. എന്തൊക്കെ ട്രീറ്റ്മെന്റും എന്തൊക്കെ പ്രൊസീജിയേഴ്സും ആ ഒരു രോഗിക്ക് കൊടുത്തിട്ടുണ്ടോ, ഇറ്റ് വിൽ ബി അണ്ടർടേക്കൺ ബൈ ദ ഹെൽത്ത് പ്ലാൻ. ഹെൽത്ത് പ്ലാൻ അത് ഏറ്റെടുക്കുന്നുണ്ട്. അതൊരു ഡേ കെയർ, ഒരു ഡേ കെയർ ഫെസിലിറ്റി, ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും. ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഡേ കെയർ ട്രീറ്റ്മെന്റ് ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഇനി ചില ഹെൽത്ത് കവർ പ്ലാൻസ് വിൽ പ്രൊവൈഡ് സം ലംപ് സം മണി ഡെയിലി ടു ദ ഹോസ്പിറ്റൽ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ചില പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ആ ഓരോ ദിവസത്തെയും എമൗണ്ടില് ലംപ് സം എമൗണ്ട് ഒറ്റ തുകയായിട്ട്, ഇപ്പൊ ഇന്ന ദിവസം, ഇപ്പൊ ഒന്നാമത്തെ ദിവസം പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ആദ്യ ദിവസം ഒരു 15,000 രൂപ ആൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക്, മെഡിസിൻസ് ആയിക്കോട്ടെ, സർജറി നടത്തിയതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ആൾക്ക് ഒരു 15,000 രൂപ ചെലവായിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ദിവസത്തെ ചെലവ് എന്ത് ചെയ്യുന്നു, ആ ദിവസം തന്നെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു. ലംപ് സം എമൗണ്ട് ആയിട്ട് 15,000 ഒറ്റ കൊടുക്കുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും അന്നത്തെ ദിവസത്തെ ചെലവുകളൊക്കെ എന്തൊക്കെയാണ്, ആ ദിവസം അന്നത്തെ ഉണ്ടാക്കിയ ചെലവെല്ലാം കൂടി ഒറ്റ തുകയായി കൊടുക്കുന്നു. അങ്ങനെ ഡെയിലി കൊടുക്കുന്നു. ആ ഡെയിലി കൊടുക്കുന്നതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. അത് ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ വിൽ ഗിവ് യു എ ലംപ് സം എമൗണ്ട് ഡെയിലി ഇൻ ക്യാഷ് ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലൈസേഷന് വേണ്ടി ഡെയിലി ലംപ് സം എമൗണ്ട് ഹെൽത്ത് കെയർ തരുന്നു. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒറ്റ ദിവസമുള്ളൂ. അത് ഇനി പിന്നെ ആൾ അവിടെ പോകുന്നു. അന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ എന്താ പറയാ അവരെയാവുന്നതിന് പോയി പിന്നെ ആളില്ല അവിടെ. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ആ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ 1-2 ദിവസം 3 ദിവസം 4 ദിവസത്തേക്ക് കിടക്കണമല്ലോ. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ചിലപ്പോൾ 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക്. അതേസമയം ഈ ഡേ കെയർ ട്രീറ്റ്മെന്റ് ഒറ്റ ദിവസമാണ്. കാലത്ത് വരുന്നു, ചില പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നടത്തി അത് വൈകുന്നേരം സന്ധ്യ ആയപ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരത്തിലും മറ്റും 24 ഹവേഴ്സിന് കുറവാണ് ആൾക്ക് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടിയത്. ഒരു ഡേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അതന്നെ, ചില സർജറീസ് ഒക്കെ ആ ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അന്നത്തെ ആ സമയത്ത് കൊടുത്ത ചിലപ്പോൾ സെഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇതിൽ നിന്ന് റിക്കവർ ആയി കഴിയുമ്പോൾ ആൾക്ക് വൈകുന്നേരം അങ്ങ് പോകാം. പക്ഷെ അത് വരെ ഉണ്ടായ ട്രീറ്റ്മെന്റുകൾക്കും സർജറി ആണെങ്കിൽ അതും എല്ലാത്തിനും പൈസ കിട്ടും. അതല്ല ഡേ ടു ഡേ ക്യാഷ് എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിനെ ഒരു 5-6 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെലവുകൾ ലംപ് സം എമൗണ്ട് ആയിട്ട് ആ ഹെൽത്ത് കെയർ പ്ലാൻ കൊടുക്കുന്നു. ക്ലിയർ ആയോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ നൗ? ആര് ചോദിച്ചേ? പേര് നോക്കാൻ സമയം കിട്ടല്ല. ആര് ചോദിക്കണേന്ന് വെച്ചാ ആളുടെ പേര്? സൗമ്യ. സൗമ്യ കിട്ടിയ ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി സൗമ്യ? ഓക്കെ. യെസ്, താങ്ക് യു. അടുത്തത് ലാസ്റ്റ് വൺ, ഇൻകം ബെനിഫിറ്റ്. ഇൻകം ബെനിഫിറ്റ് ആണ്.
ഇനി ചില ഇൻഷുറൻസ് കമ്പനിക്കാരുണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയാ, they provide some lump sum amount to family to replace the family loss or income of our loss due to our absence. അതായത് ഇനി നമുക്ക് ചില ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഉദാഹരണം ഞാൻ എന്നെ തന്നെ പറയാം. ഞാൻ എന്തെങ്കിലും എന്റെ വീട്ടില് ഒരു എന്താ പറയാ സാലറിഡ് പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു ഇൻകം വരുന്ന ഒരാളും ഞാൻ മാത്രമാണ്. എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ഫാമിലി എനിക്കുണ്ട്. നിങ്ങൾ ഇമാജിൻ ചെയ്യാം, ഇമാജിൻ ചെയ്യാൻ ശരി തന്നെ. അപ്പൊ എന്റെ ഇൻകമിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്റെ വീട്ടിലുള്ള എന്റെ കുട്ടികള് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഉദാഹരണം, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, ആക്സിഡന്റ് എന്തെങ്കിലും വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി 2-3 ദിവസമൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. നമ്മൾ വരുന്ന ജോലിയില് നമുക്ക് ജോലിക്കൊക്കെ വരുമ്പോ നമുക്കറിയാം നമ്മളുടെ വീട്ടില് നമ്മൾ ആ ഡെയിലി ഇൻകം കൊണ്ട് ആ വരുമാനം കൊണ്ടൊക്കെ നമ്മളുടെ വീട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആക്സൻസിൽ നമ്മുടെ വരുമാനത്തിന്റെ ആ ഒരു കുറവ് എന്ന് വെച്ചാൽ ഇപ്പൊ 2-3 ദിവസമൊക്കെ ഞാൻ ജോലിക്ക് വരാതിരിക്കുമ്പോ എന്റെ ജോലിയിൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ കട്ട് ചെയ്യുമ്പോ അതെന്റെ ഇൻകം ലോസ് ആണ്, എന്റെ വരുമാനത്തിൽ എനിക്ക് നഷ്ടം ഉണ്ടാകുന്നു. അതുകൂടാതെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളും. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ ചെലവ് മാത്രമല്ല കമ്പനി മീറ്റ് ചെയ്യാം, എനിക്കുണ്ടാകുന്ന ആ ഇൻകം ലോസ്, എന്റെ വരുമാനത്തിൽ എനിക്കുണ്ടാകുന്ന നഷ്ടത്തെ കൂടി ഒരു ലംസങ്ങളോടെ ഒരു നിശ്ചിത തുകയായി എന്റെ ഫാമിലിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ബെനിഫിറ്റും ഹെൽത്ത് കെയർ പ്ലാനുകളിൽ ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? ഇൻകം ബെനിഫിറ്റ് മനസ്സിലായോ? സം അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയർ പ്ലാൻസ് ആണ് അങ്ങനെ ചെയ്യുന്നത്. ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും അവരവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവരവരുടെ പ്ലാനിന്റെ ഇതിലാണ് മുന്നോട്ട് പോകുക. പക്ഷെ ചില പ്ലാൻസ് ഇത് അഡ്വാൻസ്ഡ് ആണ് എന്ന് വെച്ചാൽ ആ നമുക്കുണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവ് മാത്രമല്ല അവർ മീറ്റ് ചെയ്യുക. പകരം ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ ഏത് വീട്ടിലെ അംഗമാണോ അവർക്ക് എന്റെ അഭാവത്തില് ഞാൻ ആശുപത്രിയിൽ ആകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വരുമാന നഷ്ടം, എന്റെ വരുമാനം കുറയുണ്ട്. അപ്പൊ എന്റെ വീട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇൻകം ആയിട്ടുള്ള ആള് അവിടെ വയ്യാതെ കിടക്കുകയാണ്, ആശുപത്രിയിലാണ്, 1 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒക്കെ. അപ്പൊ ആളുടെ ജോലിയിൽ പോകാത്തത് കൊണ്ട് അവിടെ വരുമാന മാർഗം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീടിന് ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി ഉറപ്പുണ്ട്, ഒരു ഉറപ്പ് കൊടുക്കാൻ നമ്മളൊപ്പമുണ്ട്, ഇൻഷുറൻസ് കമ്പനിക്കാരൊപ്പം ഉറപ്പുണ്ട് അല്ലെ, ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലംസം എമൗണ്ട്, ഒരു നിശ്ചിത തുക, ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നതല്ല, ഒരു നിശ്ചിത തുക ലംസമായിട്ട് ആ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഒരു എന്താണ് ഇൻകം ബെനിഫിറ്റ് ആണ്, നമ്മുടെ വരുമാനത്തിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ക്ലിയർ ആയോ? കിട്ടുന്നതല്ല, മരിക്കണ്ട. ഞാനേ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളൂ. പക്ഷേ ഇല്ല, എന്റെ വീട് എന്നെ ആശ്രയിച്ചാൽ കഴിയുമേ. ഓക്കെ, ഞാനിപ്പോ ജോലിക്ക് വരുന്നില്ല, ഒരു 10 ദിവസം എനിക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ചിലവ് ഹെൽത്ത് കെയർ പ്ലാൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് കിട്ടുന്നു. കൂടാതെ ഞാനിവിടെ ജോലിക്ക് വരുന്നില്ല, എനിക്ക് 10 ദിവസത്തെ ലീവ് കട്ടാണ്, പൈസ ഇല്ല, ഇവിടെ ജോലി ചെയ്തില്ലെങ്കിൽ കിട്ടോ? 10 ദിവസമൊക്കെ ആരെങ്കിലും ലീവ് കൊടുക്കും, ക്യാഷ് ലീവൊക്കെ ചിലപ്പോൾ 1 ദിവസമൊക്കെ അങ്ങനെ ഉണ്ടായതായി മാസത്തില്. 10 ദിവസമൊക്കെ വലിയ നമുക്ക് ശമ്പളം തന്നിട്ട് ജോലിക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ ശമ്പളം തന്നേക്കാം, തരുമോ? ഇല്ല. അപ്പൊ ചില ഹെൽത്ത് കെയർ പ്ലാനുകൾ ഉണ്ട്, നമുക്ക് ആ ഒരു ജോലിക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല, നമ്മുടെ ഇൻകം ഒക്കെ കട്ടായി പോവുകയാണ്. അപ്പൊ നമ്മളെ ഒന്ന് സേഫ് ആക്കാൻ, നമ്മുടെ ഫാമിലിക്ക് ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ഇൻഷുറൻസ് പ്ലാനുകൾ, ഹെൽത്ത് കെയർ പ്ലാനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഒരു ചെറിയ തുക ആള് മരിക്കണമെന്നില്ല കേട്ടോ, ആ അത്രയും ദിവസം ആൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അയാളുടെ വരുമാനവും നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ട് ആ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളോടുള്ള ഒരു പ്രത്യേക പരിഗണന ചില ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് മാത്രമേ ഉള്ളൂ, ചില ഇൻഷുറൻസ് പ്ലാനുകൾ മാത്രമേ ഉള്ളൂ. അവരൊരു നിശ്ചിത തുക ആ ഫാമിലി, ആ അംഗത്തിന്റെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ലംസമായിട്ട് ചിലപ്പോൾ 5000 അല്ലെങ്കിൽ 10000 അല്ലെ, അവർക്കൊന്ന് എന്താ പറയാ റിക്കവർ ആകാൻ. ചിലപ്പോൾ അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ചിലപ്പോൾ അവരായിരിക്കാം, ഈ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, ആളാകുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയില്ലേ, അപ്പൊ ഇവർക്കൊന്നും വാങ്ങിക്കാൻ ഒരു രൂപ പോലും ഇവരുടെ കയ്യിലില്ല. ഇൻ കേസ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ ഒന്ന് എന്ത് ചെയ്യാ, സെക്യൂർ ആക്കുക, അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തു. മരിക്കണ്ട. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇൻകം ബെനിഫിറ്റ്, ഇൻകമിലുണ്ടാകുന്ന നഷ്ടം നികത്താൻ വേണ്ടി, ഇൻകം വരുമാനത്തിലുള്ള നഷ്ടം നികത്താൻ വേണ്ടി. ഓക്കെ, സോ ഇവിടെ വരെ നമ്മൾ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഏതൊക്കെ എക്സ്പെൻസുകളാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ കവറേജിൽ വരുന്നത്, അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. സോ ഓക്കെ, പഠിച്ചിട്ട് വരാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.